4-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഇന്ന് പകലത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിനായി വായിക്കുന്നു. ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ സകലത്തിലും മതിയാകുന്നു. ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അതായത് എനിക്ക് എല്ലാം ചെയ്യുവാൻ കഴിയും. I can do all things through him who strengthens me. എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം എനിക്ക് കാര്യങ്ങൾ പലതും എന്ത് ചെയ്യും? സാധിക്കും. ഈ തിരുവചനം പരിശോധിക്കുമ്പോൾ ഏത് മനുഷ്യനെയും ബലപ്പെടുത്തുന്ന ഒരു വചനമാണ് ഈ വചനം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. എന്നെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ എനിക്ക് പറ്റും. ആരിൽ? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ചില കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റും. ഈ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ 4-ാം അധ്യായം തുടക്കത്തിൽ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ പ്രിയര്. അപ്പൊ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ കാര്യങ്ങൾ പറയുന്നത്. 3-ാം അധ്യായം എടുക്കുമ്പോഴും പറയുന്നുണ്ട് ഒടുവിൽ. അവിടെ എന്ത് പറയുന്നു? ഒടുവിൽ സഹോദരൻ. 4-ാം അധ്യായത്തിൽ പറഞ്ഞു അവസാനം അതുകൊണ്ട് എൻ്റെ പ്രിയര്. അപ്പൊ അതുകൊണ്ട് എന്ന് പറയുമ്പോൾ മേളി എന്തോ പറഞ്ഞിട്ടാ. അത് പരിശോധിക്കാൻ 3 വായിക്കുമ്പോൾ 3-ലും പറയുന്നു ഒടുവിൽ എൻ്റെ സഹോദരൻ, ഫൈനലി മൈ ബ്രദേഴ്സ്. അപ്പൊ അതിന്റെ അർത്ഥം അതിനു മുമ്പ് എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് എന്തോ പറയുന്നത്? ഒടുവിൽ, ഫൈനലി എന്തോ പറയും. അപ്പൊ അതിന്റെ അർത്ഥം കുറെ കാര്യം പറഞ്ഞിട്ട് അവസാനം പറയുന്ന ഒരു കാര്യം. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം തൊട്ട് പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ അസാധാരണമായ ഇടപെടൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ഞാനൊരു 5 മിനിറ്റ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് നമ്മൾ ദൂതിലേക്ക് കയറാൻ പോകും. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ നല്ല സമയത്ത് ഇരുന്നതല്ല, കാരാഗ്രഹത്തിൽ റോമിലായിരിക്കാൻ നേരത്ത് സുവിശേഷം നിമിത്തമായിരിക്കുന്ന സമയം. ഇനി ശ്രദ്ധിച്ചേ, ആ ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഫിലിപ്പിലുള്ള ദൈവസഭ സഹായിച്ചു. നന്മകളാലും മറ്റു സഹായങ്ങളാലും ഈ ഫിലിപ്പിലെ ദൈവസഭ സഹായിച്ചു. തടവറയിലായിരുന്നപ്പോഴും സഭ ബുദ്ധിമുട്ട് തീർക്കുന്ന ചില ക്രമീകരണങ്ങൾ സഭ പൗലോസിന് വേണ്ടി ചെയ്തു. അതിന് നന്ദി കരേറ്റിക്കൊണ്ട് പിന്നെ അവരെ ബലപ്പെടുത്തിക്കൊണ്ടും എഴുതിയതാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം. അപ്പൊ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ താൻ കാരാഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് സഭയെ ബലപ്പെടുത്തുന്നത്. അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോ ഒരു കാര്യം നമുക്ക് കാണാൻ പറ്റും. 4-ാമത്തെ വാക്യം എന്താ പറയുന്നത്? 1-4. സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായും വിശ്വസിച്ചിരിക്കുന്നു. ഫിലിപ്പിയിലെ ദൈവസഭയ്ക്ക് എഴുതുമ്പോ ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഒരു പ്രവൃത്തി ആരാ? നല്ല പ്രവൃത്തി ആര് തുടങ്ങിയതാ? കർത്താവ് തുടങ്ങിയതാ. സഭയോട് പറയാ, ഞാൻ കാരാഗ്രഹത്തിലായിരിക്കുന്നത് കണ്ട് എന്ത് ചെയ്യണ്ട? നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കൊണ്ടോ നിങ്ങൾ ഭാരപ്പെടേണ്ട. ഒരു കാര്യം പറയാം, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവനാണ്. അവൻ ക്രിസ്തുവിന്റെ നാളോളം, കർത്താവിന്റെ വരവോളം, നിത്യതയോളം പൂർത്തീകരിപ്പാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഇന്നെന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ കോറിയിടേണ്ട ഒരു സത്യം ഇതാണ്: നമ്മുടെ ദൈവത്താൽ ആരംഭിച്ചത്, ദൈവം തുടങ്ങിയത് പൂർത്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അതിനൊറ്റ വാക്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ വരിയിലിട്ട് ഉപേക്ഷിക്കുന്ന ദൈവം അല്ല, നിന്നിൽ ആരംഭിച്ചവൻ പൂർത്തീകരിപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. അവൻ വിശ്വാസത്തിന്റെ നായകനാണ്. ഫിനിഷ് ചെയ്യുന്ന, പൂർത്തി വരുത്തുന്ന ഒരു നല്ല കർത്താവാണ്. അതിന്റെ അർത്ഥം നീ മറുകര പോ, അക്കരയ്ക്ക് പോകൂ എന്ന് പറഞ്ഞ് പടകുമെടുത്ത് നിന്നെ യാത്ര തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൊടുങ്കാറ്റടിച്ചാലും എത്ര തിരകൾ തള്ളിക്കേറി നിന്റെ
പടക് മുങ്ങുമെന്ന് പറഞ്ഞാലും ഒരു കാര്യം പറയാം, അക്കരെ എത്തിക്കുമെന്ന് വാഗ്ദത്തം നിന്നോട് പറഞ്ഞവൻ നിന്നെ അക്കരെ എത്തിക്കും. ഇന്ന് പകൽ ഇതിന്റെ അകത്തിരിക്കുന്ന ഓരോരുത്തരോടും ആത്മാവിൽ ദൂത് പറയുന്നു, നിന്നെ മുന്നോട്ട് പോകാൻ നിന്നെ വിളിച്ച് ഇറക്കി തിരിച്ച് പാരമ്പര്യത്തിന്റെ മറ്റുള്ള പശ്ചാത്തലത്തിന്റെ അവസ്ഥയിൽ നിന്നും നിന്നെ വിളിച്ചിറക്കിയ ദൈവം, അന്യാരാധനയിൽ നിന്നും നിന്നെ വിളിച്ചിറക്കിയ ദൈവം മുന്നോട്ടൊരു യാത്ര തിരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാറ്റടിച്ചാലും എത്ര തിരകൾ തള്ളിക്കേറിയാലും അവൻ അക്കരെ എത്തിക്കുന്ന ദൈവമാണ്. എത്ര കൊടുങ്കാറ്റടിച്ചാലും എത്ര പെരുങ്കാറ്റടിച്ചാലും എത്ര ഈശാനമൂലൻ അടിച്ചാലും നിന്നെ കുറിച്ച് ഒരു പദ്ധതി, ദൈവത്തിനൊരു സ്വപ്നം ഉണ്ടെങ്കിൽ പൗലോസേ, എത്ര കപ്പൽ തകർന്നാലും നിന്നെ എത്തിക്കേണ്ട വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവം എത്തിക്കുന്നത് പോലെ ഇന്ന് പകൽ ചിലതിനോട് പറയുന്നു. എന്തോ ദൈവം പറയുന്നു, നിന്റെ യാത്രയിൽ ഇറങ്ങി തിരിച്ച് ചിലത് നഷ്ടമായി, ചിലത് തകർന്നു, കപ്പൽ തകരുന്ന പോലെ തകർന്നു. തകർന്നാലോ നിന്നെ ആരംഭിച്ച ദൈവം പൂർത്തീകരിക്കും. ആരൊക്കെ എതിർത്താലും ഏതൊക്കെ പ്രതിസന്ധി വന്നാലും എന്റെ ദൈവം അക്കരെ എത്തിക്കോ. ഓ, വാഗ്ദത്ത കനാലിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്ര കനാനിയർ പാർത്താലോ, എത്ര ഫറവോൻ പിടിച്ചു വെച്ചാലോ, നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ഇന്ന് പകൽ ദൈവത്താത്മാവിൽ ഒരു നന്ദി കരയറ്റിയെ ആരെയൊക്കെ നോക്കി ദൈവം ഉറപ്പിച്ചു പറയുന്നു, നിന്നിൽ തുടങ്ങിയത് ദൈവമാ, മനുഷ്യൻ തുടങ്ങിയതല്ല. ദൈവം തുടങ്ങിയ ക്രിയയാണ്, തന്റെ ആത്മാവിൽ തുടങ്ങിയ ക്രിയയാണ്. ദൈവം അത് പൂർത്തീകരിക്കും. തുടക്കത്തിൽ ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം തികയ്ക്കുമെന്ന് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? വിശ്വസിച്ചു. സഭയെ, കുടുംബങ്ങളെ, ദൈവജനമേ, നമ്മൾ ഈ തുടങ്ങിയത് ദൈവം തുടങ്ങിയതാ. യേശുവിനെ സ്വീകരിച്ചില്ലേ? ഇന്ന് പകൽ ഇവിടെ ആരാധിക്കുന്നില്ലേ? ഈ ക്രിയ ആര് തുടങ്ങിയതാ? ദൈവത്താ തുടങ്ങിയതാ, മനുഷ്യൻ തുടങ്ങിയതല്ല. നമ്മളിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവത്താൽ ആരംഭിച്ചതാണ്. അത് തികയ്ക്കാൻ ദൈവം എന്ത് ചെയ്യാണ്? വിശ്വസ്തനാണ്. എന്നിട്ട് താരോട്ട് പറയുമ്പോൾ നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയാലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും എനിക്ക് സംഭവിച്ചതെല്ലാം നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. എന്ത് സംഭവിച്ചാൽ ഇത് എങ്ങനെ അനുകൂലമായിട്ട് തിരിയുമെന്നറിയാമോ? പ്രാർത്ഥനയാലും, 1:19 കിടപ്പുണ്ട്, പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാകാരണമായി തീരുന്നു. പ്രാർത്ഥനയും ആത്മാവിന്റെ സഹായത്താൽ കാര്യങ്ങൾ തിരിഞ്ഞ് നമുക്ക് അനുകൂലമായി മാറും. ഇപ്പൊ രണ്ടാമത്തെ കാര്യം ഓർപ്പിക്കുന്നു, എന്തോ സംഭവിച്ചോട്ടെ, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ചലനം ഉണ്ടാവും, ദൈവാത്മാവ് സഹായിക്കും. അത് നമുക്ക് എന്തായി തീരും? അനുകൂലമായി തീരും. അപ്പൊ ഇത് പറഞ്ഞിട്ട് നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് പൂർത്തീകരിക്കും. എനിക്ക് സംഭവിച്ചത് കൊണ്ട് ഭാരപ്പെടേണ്ട, അത് സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി. 1:12 കിടപ്പുണ്ട്, പിടിച്ച് ജയിലിലാണ് ഇട്ടത്. പക്ഷേ ജയിലിലുള്ളവരോട് രക്ഷിക്കപ്പെടാൻ, യേശുവിനെ അറിയാൻ അതിനെന്തായി? മുഖാന്തരമായി. അതിന് സഹായം നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവാത്മാവിന്റെ സഹായവും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞു വന്നിട്ട്, ഇനി ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഈ 3:1 പറയുന്നത്, ഒടുവിൽ 3:1 വായിച്ചേ. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. നിങ്ങൾക്ക് അത് ഉറപ്പാകുന്നു. എന്നിട്ട് പറയാണ്, ഒരു കാര്യം പറയുന്നു, നിങ്ങൾ കർത്താവിൽ എന്ത് ചെയ്യും? സന്തോഷിപ്പിൻ. മാനുഷ്യമായി സന്തോഷിക്കാൻ നമുക്ക് പറ്റത്തില്ല, പല പ്രശ്നത്തിലാണ്. പക്ഷെ കർത്താവിൽ എന്ത് ചെയ്യും? സന്തോഷിക്കും. കർത്താവിൽ സന്തോഷിപ്പിൻ. കേട്ടാ, ആ കാര്യം തന്നെ ഞാൻ പിന്നെയും നിങ്ങൾക്ക് പിന്നെ എനിക്ക് ഒരു മടിയില്ല. കർത്താവിൽ എന്ത് ചെയ്യാ? കർത്താവിൽ സന്തോഷിക്കാം. എനിക്ക് എഴുതുന്നതിന് ഒരു മടിയില്ല. കർത്താവിൽ നമ്മൾ എന്ത് ചെയ്യാ? അവൻ നമ്മൾ ലോകപരമായി നോക്കുമ്പോൾ പലതും സന്തോഷിക്കാൻ കാണത്തില്ല. പക്ഷെ ദൈവത്തിനോട് പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നീ കർത്താവിൽ എന്ത് ചെയ്യാ? സന്തോഷിക്കുക. അപ്പൊ ഒരു ദൈവം ഇതിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയ സഭയോട് പറയാ, കർത്താവിൽ അങ്ങ് സന്തോഷിക്കാം. അതിന്റെ അർത്ഥം എന്തോന്ന് അറിയാമോ?
ഇനിയുള്ള ജീവിതം കർത്താവിലാ ജീവിതം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ എന്തായി? പുതിയ പഴയത് എന്ത് ചെയ്തു? നമ്മളെ കാണുമ്പോൾ അതുപോലെ ഇരിക്കും, പക്ഷെ നമ്മുടെ ഉള്ളിലൊരു സംഭവം നടന്ന ഒരുത്തൻ ക്രിസ്തുവിലായാൽ ഇനി ക്രിസ്തുവിലാ ജീവിതം. ഇൻ ക്രൈസ്റ്റിലാണ് പുതിയ മനുഷ്യനായി അകത്ത്. അവനോട് പറയാണ് കർത്താവിൽ എന്ത് ചെയ്യാ? നീ ജഡത്തിൽ ചിന്തിച്ചാൽ സന്തോഷിക്കാൻ പറ്റത്തില്ല, പക്ഷെ കർത്താവിൽ എന്ത് ചെയ്യാ? സന്തോഷിക്കുക. വീണ്ടും പറയുന്നു കർത്താവിൽ എന്ത് ചെയ്യാ? സന്തോഷിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം. പല കാര്യങ്ങളും, പക്ഷെ പലർക്കും അങ്ങോട്ട് ആ സന്തോഷിക്കല്ല. കാരണം പരിശുദ്ധാത്മാവിലെ അത് സംഭവിക്കത്തുള്ളൂ. കർത്താവിൽ എന്ത് ചെയ്യാ? സന്തോഷിക്കുക. ഇത് പറഞ്ഞിട്ട് 4 മുതൽ വാക്യം വായിച്ചു. 3-4 മുതൽ. പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്നും ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ, എങ്കിലും എനിക്ക് ലാഭമായി ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെണ്ണ എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ എപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. കേട്ടോ, ക്രിസ്തുവിലുള്ള ജീവിതത്തിന്റെ അടുത്ത കാര്യം പറയുന്നുണ്ടോ? എനിക്ക് ജഡത്തെ പ്രശംസിക്കാനാണെങ്കിൽ ഒത്തിരി കാര്യമുണ്ട്. ഞാൻ നല്ല കുടുംബത്തിലേ ഉള്ളതാ. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ. ഏത് ഗോത്രം? ബെന്യാമിൻ ഗോത്രം. എബ്രായിൽ നിന്ന് ജനിച്ച തനി എബ്രായൻ. ന്യായപ്രമാണം സംബന്ധിച്ച് അടച്ച് കലക്കി കുടിച്ച് പഠിച്ചവൻ. നമ്മള് നാടൻ ഭാഷ ബ്ലഡ് പരിശോധിച്ച റോയൽ ബ്ലഡ്, തനി എബ്രായ ബ്ലഡ്. ഇടയ്ക്ക് കലർപ്പില്ല കുടുംബ പശ്ചാത്തലത്തിൽ. ബെന്യാമിൻ ഗോത്രക്കാരൻ. അങ്ങനെ ജഡത്തിൽ എനിക്ക് പറയാൻ ഒത്തിരി കാര്യമുണ്ട്, പക്ഷെ ഒരു കാര്യം പറയുന്നു, ഞാൻ ശുഷ്കാന്തി നിമിഷം സഭയെ ഉപദ്രവിച്ചവരാ. എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നാണ്. ക്രിസ്തുവിൽ ഒരു ജീവിതം വന്നാൽ ഈ നമുക്ക് വലിയ സെറ്റപ്പായിട്ട് തോന്നുന്നതൊന്നും ആവത്തില്ല. ഞാൻ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? ഞാൻ എന്റെ പഠിത്തം, എന്റെ കുടുംബമഹിമ, എന്റെ റോയൽ ബ്ലഡ്, കലപ്പില്ലാത്ത എബ്രായനിൽ ജനിച്ച എബ്രായ പാരമ്പര്യം, പ്രമാണം, ഇതൊക്കെ നോക്കുമ്പോ എന്റെ സ്റ്റാറ്റസ് നോക്കുമ്പോ ഞാൻ ഭയങ്കര. പക്ഷേ ക്രിസ്തു നിമിത്തം ഞാൻ ഇതിനെല്ലാം എന്ത് ചെയ്യുന്നു? ചവർന്നുണ്ട്. അതെന്താ കാരണം? 8. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ. ഇത് അകത്തോട്ട് കയറിയപ്പോ എന്ത്? ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം കുറച്ചുകൂടെ വർദ്ധിച്ചപ്പോ ബാക്കി കാണുന്നതെല്ലാം ഛേദമെന്ന്. ഫിലിപ്പിലെ ലേഖനത്തിന്റെ പ്രത്യേകത എന്താ അറിയാമോ? ക്രിസ്തുവിൽ ജീവിതം ആസ്വദിക്കുക എന്നാണ് ഫിലിപ്പിയ ലേഖനത്തെ കുറിച്ച് പറയുന്നത്. ക്രിസ്തുവിൽ ജീവിതം എന്ത് ചെയ്യാ? ആസ്വദിക്കുക. ദൈവം തരുന്ന ഒത്തിരി ദൈവമക്കൾക്ക് ഒരു ബുദ്ധിമുട്ട് വരാറുണ്ട്. ഒരു പറ്റൽ, പിശാച് പറ്റിക്കുന്ന ഒരു മണ്ഡലം. നന്മ, ദൈവം തരുന്ന നന്മയെ മാത്രം സന്തോഷിക്കുന്നവരുണ്ട്. ഇത് പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി സന്തോഷം, പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി, അവർക്ക് സാക്ഷ്യമുണ്ട്, എന്റെ വിഷയം ഉണ്ടായിരുന്നു, എന്റെ മക്കളുടെ വിഷയം. ഓക്കെ, ദൈവം അതെല്ലാം ചെയ്യും. അതിൽ കൊണ്ട് മാത്രം സന്തോഷിക്കാനല്ല ഒരു ക്രിസ്തു വിശ്വാസി ക്രിസ്തുവിൽ ആനന്ദിക്കുന്നവൻ, ആസ്വദിക്കുന്നവനാകണം. ക്രിസ്തുവിൽ ആസ്വദിക്കുന്നവന് എത്ര സൈഡ് പൊങ്ങിയാലും അവൻ എന്ത് വരത്തില്ല? ഒന്നും തോന്നത്തില്ല. ഹല്ലേലൂയ. എനിക്കുള്ളതെല്ലാം ഉണ്ട്, പക്ഷെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം കയറിയപ്പോ ഇതെല്ലാം ഞാൻ ചെറുതായിട്ട് കിടന്നു ഛേദമെന്നു. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് നോക്കുമ്പോ നമ്മുടെ വീടിന്റെ മുറ്റം നിൽക്കുമ്പോ നമ്മുടെ വീട് വലുതാ, നമ്മുടെ വീടിന്റെ മുറ്റം നിൽക്കുന്ന വൃക്ഷം വലുതാ. എന്നാൽ ഒരു 10 നിലയുടെ മണ്ടേ കയറിയുന്നോണ്ട് നമ്മുടെ വീടൊന്ന് നോക്കാമോ? എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിലെ മുമ്പിൽ നിൽക്കുന്ന വലിയ മരം എന്ന് പറഞ്ഞ മരം എന്തുകൊണ്ട്? എന്നാൽ ഫ്ലൈറ്റിൽ കൂടെ ഉയർന്ന മണ്ഡലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ താരോട്ടൊന്ന് നോക്കാമോ? നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കേണ്ട ഒരു കാര്യം, മറ്റതെല്ലാം എന്താണ്? ചെറുതാണ്. അത്രയുമല്ല കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന്
ജീവിതത്തിലെ ചില സ്റ്റെപ്പ് വെക്കാൻ നമുക്ക് പറ്റാത്ത എന്തറിയാമോ? ചിലതിനെയൊക്കെ നമ്മൾ വലുതായിട്ട് കാണുന്നോണ്ടാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചേ, എബ്രായർ 11:24, 25, 26, 27. അതിന് 23 തൊട്ട് വായിച്ചു. എബ്രായർക്ക് ലേഖനം 11-ാം അധ്യായം, അതിന് 24, 25, 26, 27. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രയുടെ മകൻ എന്നെ വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ, മോശ വളർന്നപ്പോ കൊട്ടാരവാസിയായിട്ട് നിൽക്കാം, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് എന്ത് ചെയ്യാം, പേര് വിളിക്കാം. പക്ഷേ പ്രതിഫലം നോക്കിയാൽ അതൊക്കെ കിട്ടും. പക്ഷേ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെണ്ണിയത് കൊണ്ട് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ നിന്നുകൊണ്ട് ഉറച്ച് മിസ്രൈം വിട്ടു പോകാൻ ദൈവം ബലം നൽകി. അവനെ കുറിച്ച് വലിയ പ്ലാൻ അപ്പുറത്തുണ്ട്. പക്ഷേ ഈ ബോധി അകത്ത് കയറിയില്ലെങ്കിൽ അവൻ വിട്ടു പുറത്തു പോകത്തില്ല. പക്ഷെ വിശ്വാസത്തിൽ വളർന്നപ്പോ മനസ്സിലായി, മിസ്രൈമിന്റെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്നയാണ് വലുതെന്ന് മനസ്സിലാക്കി ആ നിന്നയ്ക്ക് വേണ്ടി ഈ സ്റ്റെപ്പ് വെച്ചപ്പോൾ അവൻ ചിലത് വിട്ടു പുറത്തു വരുവാൻ ഇടവന്നു. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചിലതൊക്കെ പിടിച്ചു വച്ചിരിക്കുന്നതിനെ, വലുതായി കാണുന്നതിനെ പൊട്ടിച്ചു മാറ്റികെട്ട് ക്രിസ്തുവിൽ വളരുമ്പോൾ ദൈവാത്മാവിൽ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്. ക്രിസ്തുവിൽ. അപ്പൊ പൗലോസ് പറയാണ്, എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നിയതൊന്നും ഇപ്പൊ ഒന്നും തോന്നുന്നില്ല, ഛേദമെന്നെണ്ണുന്നു. മോശ പറയാണ്, എനിക്ക് കൊട്ടാരവാസിയായി നിൽക്കാനുള്ള എല്ലാ ക്രമീകരണവും ഉണ്ട്, പക്ഷേ ഞാൻ അതിനെ വിടുന്നു. ഞാൻ വിട്ടാൽ ദൈവം വെച്ചേക്കുന്നത് വേറെ വലിയ കാര്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്തും നമ്മളല്ലേ മേളിൽ നിന്ന് നോക്കുമ്പോൾ മറ്റേതെല്ലാം പൊട്ടായി ചെറുതായി തോന്നുന്ന പോലെ ക്രിസ്തുവിൽ നമ്മൾ വളരുമ്പോൾ മറ്റേതെല്ലാം ചെറുതായിട്ട് തോന്നും. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവികമല്ലാത്ത കാര്യങ്ങളിൽ കൂടുതൽ നമ്മൾ വലുതായിട്ട് കാണുന്നെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊന്ന് വളർന്നാൽ മതി. വളരുമ്പോൾ ഈ ചെറുതായത് മറ്റതെല്ലാം ചെറുതായിട്ട് വരും. ചിലതിനെയൊക്കെ ഉപേക്ഷിക്കാനും നമുക്ക് തോന്നണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ വളരും. അവിടെ നിന്നാൽ ഫറവോന്റെ കൊട്ടാരത്തിന്റെ അനുഭവങ്ങളും സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്, പക്ഷെ ക്രിസ്തുവിന്റെ നിന്നയാ വലുത്. കാരണം ക്രിസ്തുവിനെ ആ വാക്കണോ, വിശ്വാസത്താൽ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോകുന്നു. അല്ലെങ്കിൽ ദൈവ നിയോഗമുള്ളവൻ മിസ്രൈമിൽ കുടുങ്ങിപ്പോകും, ദൈവത്തിന്റെ ആലോചനയുള്ളവൻ മിസ്രൈമിൽ കുടുങ്ങിപ്പോകും. പക്ഷെ കുടുങ്ങാനല്ല, വാഗ്ദത്തത്തിലേക്ക് വരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ ക്രിസ്തുവിൽ വളർന്നപ്പോ അവന് പുറത്തു വരാനിടം. ഇത് പറഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരിക. ഫിലിപ്പർ 3:14 എന്ന് വെച്ച്, ഫിലിപ്പർ 3:14. ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. എല്ലാവരും ശ്രദ്ധിച്ചേ, ഒന്നും കൂടെ ആ വാക്യം ഒന്ന് വായിച്ചേ. ഒന്നും ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതിനെ മറക്കും, മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ആ ലാക്കിലേക്ക് ഞാൻ ഓടും. എല്ലാവരും ഗൗരവമായി ശ്രദ്ധിച്ചേ. നമ്മുടെ ജീവിതത്തിൽ ഈ
പഴയ ഫാസ്റ്റ് പിമ്പിലുള്ളത് ഇന്നും നമ്മളെ പിടിച്ചു വെക്കുന്നുണ്ടോ? ആ പഴയ ഓർമ്മകൾ. പൗലോസ് പറയാ, എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. എൻ്റെ ഗോത്രം, എൻ്റെ കുടുംബം, ഞാൻ സഭയെ ഉപദ്രവിച്ച് നടന്ന നാളുകൾ, എൻ്റെ ജീവിതത്തിൽ വന്ന തിന്മകൾ, നന്മകൾ എല്ലാം എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. പക്ഷെ പിമ്പിലുള്ളതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? മറക്കും. ഞാൻ എല്ലാവരോടും പറയാം, ഫാസ്റ്റിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് നമ്മളെ, ആ ഓർമ്മകൾ നമ്മളെ പിടിച്ചു കൊടുക്കല്ലേ. അങ്ങനെ വെച്ചാൽ സന്തോഷിക്കാൻ നമ്മുടെ മുമ്പിൽ അവസ്ഥ ഉണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായി ഇച്ചിരി നേരം സന്തോഷിക്കും, വീണ്ടും പഴയത് കയറി വരും, നമുക്ക് പൂർണ്ണമായി സന്തോഷിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലനായ പൗലോസ് എന്താ ചെയ്തേ? എന്റെ പിമ്പിലുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? മറക്കും. പകരം മുമ്പിലേക്ക്, കാരണം എന്റെ മുമ്പിൽ ഒരു പരമ വിളി വെച്ചിട്ടുണ്ട്, അതെനിക്ക് പൂർത്തീകരിക്കണം. പഴയ ഓർമ്മകളും പഴയ ചിന്തകളും നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മളെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ മുമ്പിൽ വച്ചിരിക്കുന്ന ചിലതിനെ നമുക്ക് നഷ്ടമാകും. എല്ലാവരും ഗൗരവമായിട്ട് ശ്രദ്ധിച്ച ദൈവവൈതലാണ്, കർത്താവിന്റെ വാഗ്ദത്തം അനുഭവിക്കേണ്ടവരാണ്. ചില ഓർമ്മകൾ, ചില അനുഭവങ്ങൾ, അത് നല്ലതാകാം, ഏത് അനുഭവത്തിലായിക്കോട്ടെ, നമ്മുടെ ഗ്ലോറിയസ് ആയ മഹത്തരമായ ഒരു ഫ്യൂച്ചറിനെ തടയാൻ അതിന് സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഫ്യൂച്ചർ കഴിഞ്ഞതിനേക്കാൾ ഏറ്റവും നല്ലതായിരിക്കുമെന്ന് ദൈവവേദം വിശ്വസിക്കാം. പിമ്പിലുള്ളത് മറക്കണം. പല അനുഭവം നമുക്കുണ്ട്. കാരണം പിമ്പിൽ നല്ലത് ലഭിച്ചാലും അത് വെച്ചുകൊണ്ടിരിക്കുക. അതാ പൗലോസ് പറയുന്നത്, ഞാൻ പിടിച്ചു എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നില്ല? നിരൂപിക്കുന്നത്. അപ്പൊ നല്ലത് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മതി എന്നും വെച്ചോണ്ട് നിൽക്കുന്നില്ല. പറ്റിപ്പോയ പരാജയത്തിലും ഞാൻ ഓർക്കും, രണ്ടിലും പിടിച്ചു, രണ്ടിലും കുടുങ്ങരുത്. കിട്ടിയ നല്ല അനുഭവത്തിലും കുടുങ്ങരുത്, കിട്ടിയ അനുഭവിച്ച പരാജയപ്പെട്ട തിന്മയുടെ അനുഭവത്തിലും കുടുങ്ങരുത്. പകരം എന്തു ചെയ്യണം? മുന്നിലോട്ടായണം, പഴയതിനെ മാറ്റിവെക്കണം. ഇതിന്റെ ശബ്ദം കേൾക്കുമ്പോ ചിലരോട് എന്തോ ദൈവം തൊട്ട് സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്തത്, നിങ്ങളെ കുടുക്കി വെച്ചിരിക്കുന്ന പഴയ ഓർമ്മകൾ, പഴയ ചിന്തകൾ, ഇതിനെ നമ്മൾ തന്നെ എടുത്താൽ കളഞ്ഞേക്കണം. അത് വെച്ചാൽ ഒത്തിരി കാര്യം ബൈബിളിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ആ നല്ല അനുഭവങ്ങളെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. സദൃശവാക്യം 4:18 എടുത്ത്, നമ്മുടെ ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും അതിൽ കിടപ്പുണ്ട്. സദൃശവാക്യം 4:18, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അതെ നട്ടുച്ചവരെ അധികം ശോഭിച്ചു വരുന്നു. എങ്ങനെയാണ് നമ്മുടെ ജീവിതം? എങ്ങനെയാണ് നീതിമാരുടെ ജീവിതം? നീതിമാരുടെ പാതയോ പ്രഭാതത്തിലെ വെളിച്ചം പോലെ. ഈ സൂര്യൻ ഉദിക്കുന്ന പോലെ ഉദിച്ച വട്ട അല്ല, പിന്നീട് അത് നട്ടുച്ച വരെ അധികം എന്ത് ചെയ്യുന്നു? നിങ്ങളുടെ ഭാവി അങ്ങനാണ്. തുടങ്ങിയത് ചെറുതായിരിക്കാം, ഒരു നട്ടുച്ച വരെ സൂര്യൻ വെളിച്ചമായി നിൽക്കുന്ന പോലെ ദൈവാത്മ പറയും, നിങ്ങളുടെ ഭാവി ഗ്ലോറിയസ് ആയ ഒരു ഫ്യൂച്ചർ എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നലകളുടെ ഓർമ്മകളിൽ, ഇന്നലകളുടെ പരാജയങ്ങളിൽ നീ കുടുങ്ങിപ്പോകരുത്. മുമ്പിലേക്കുള്ള ലാക്കിലേക്ക് ഓടുക. ഇംഗ്ലീഷിൽ അതിന്റെ മനോഹരം, that shines brighter unto the perfect day. ഒരു ദിവസത്തിന്റെ 12 മണിക്ക് നട്ടുച്ച നേരത്ത് ആ സൂര്യൻ പൂർണ്ണ രൂപമായി വിടർന്നു നിൽക്കുന്ന പോലെ നിങ്ങളുടെ ഭാവിയെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ ഓർമ്മകൾ ആ വെളിച്ചത്തെ തടയാൻ ഇടവരുത്തരുത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ, പാസ്റ്ററെ എന്റെ ഭാവി എന്താകും, എന്റെ ജീവിതാനുഭവം എന്താകും? ഞാനൊരു ദൂത് പറയാം. ചില ഓർമ്മകളെ, ചില പരാജയങ്ങളെ എടുത്ത് മൈൻഡിനെടുത്ത് ദൂരെ കളയാമോ? അത് വെച്ചോണ്ടിരുന്ന ഒരിക്കലും ഒരു നന്മ അനുഭവിക്കാൻ പറ്റത്തില്ല. എത്ര പാസ്റ്റർമാർ തല കൈവച്ചാലോ, എത്ര ദൂത് നിന്റെ ജീവിതത്തിൽ കയറി വന്നാലോ, നീ ചില പഴയതിനെ എടുത്തുകളോ. പഴയ ഓർമ്മയിൽ നിൽക്കരുത്. അവരത് പറഞ്ഞു, ഇവരത് പറഞ്ഞു, എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു, അവരെന്നെ നോക്കിയില്ല, അവരെന്നെ സഹായിക്കാമായിരുന്നു, അവരൊരു വാക്ക് വേണ്ട വേണ്ട വേണ്ട. അത് പിശാച് ചെയ്യുന്ന കുടുക്ക. നീ അതിജീവിക്കാനുള്ളതല്ല, ഒരു ബ്രൈറ്റർ ഫ്യൂച്ചർ.
ഞാൻ ഒരു ദൂത് പറയാം പാസ്റ്റർ, എന്റെ ജീവിതം എന്താവും? ഞാൻ തൊട്ട് ഞാൻ വിളിച്ചു പറയാം, നിന്റെ ജീവിതം എന്താകും? പ്രഭാതത്തിലെ വെളിച്ചം പോലെ നട്ടുച്ച വരെ അധികം ശോഭിച്ചു വരുന്ന പോലെ ഇന്നത്തെക്കാൾ നാളെ, അടുത്ത മാസം, അതിന്റെ അടുത്ത മാസം നിന്റെ ആയുസ് തീരുന്ന പോലെ ബ്രൈറ്റർ ടു ബ്രൈറ്റർ, ബ്രൈറ്റർ ആൻഡ് ടു ബ്രൈറ്റർ, നീ തെളിഞ്ഞു വരും. രാവിലെ 5:30 ചെറിയ വെട്ടം, 6 മണിക്ക് അടുത്ത ചെറിയ വെട്ടം, 8 മണിക്ക് കുറച്ചും കൂടെ വെട്ടം, 10 മണിക്ക് അതിലും വലിയ വെട്ടം, 12 മണിക്ക് അതിലും ഭയങ്കര വെളിച്ചം പോലെ ഈ വരുന്ന നാളുകൾ നിർഭരമ വിളി. ഒരു ചിന്ത ഇങ്ങനെയാണ്, ആത്മീയ ചിന്ത. ഫ്രീ ഫ്രം യുവർ ഫാസ്റ്റ്. നിന്റെ പഴയ ഓർമ്മകൾ, മെമ്മറീസ്, നിന്റെ ഫാസ്റ്റ്, അതിൽ നീ ഫ്രീ ആകണം. അല്ലെങ്കിൽ അത് ഹിൻഡർ ചെയ്യും, അല്ലെങ്കിൽ ഡിലേ യുവർ ഫ്ലൈറ്റ് ഓഫ് സക്സസ്. വിജയത്തിന്റെ ചിറകിൽ കയറി പറന്നുയരുന്ന നിന്റെ പറക്കലിനെ, ഫ്ലൈറ്റ് ഡിലേ എന്ന് പറയാറില്ലേ, ഡിലേ ആക്കാൻ, അതിനെ തടയാൻ നിന്റെ പഴയ ഓർമ്മകൾക്ക് സാധിക്കും. ഒരിക്കലും അത് ചെയ്യരുത്. എത്രയൊക്കെ ഞാൻ മനസ്സിലാകുന്ന പറയുന്നത്, പഴയതിന് എന്ത് ചെയ്യണം? ഒരിക്കൽ ഹാഗാറിന്റെ അബ്രാമിന്റെ സാറയുടെ ഭയങ്കരമായ ഞെരുക്കൽ കാരണം ഹാഗാർ ഒരിക്കൽ വീട് വിട്ടിറങ്ങി, കൂടാരം വിട്ടിറങ്ങി. പക്ഷെ ദൈവത്തിന്റെ പ്രത്യക്ഷത വന്നിട്ട് ദൈവം പറഞ്ഞത് ഒരാൾക്കറിയാം, നീ ഇപ്പൊ പോയി നിന്റെ ദാസി യജമാനത്തിക്ക് എന്ത് ചെയ്യാ? കീഴടങ്ങി. പഴയത് മറക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു പോകാൻ പറ്റത്തില്ല. നീ കീഴടങ്ങിയിരിക്കെ. ഒരു സമയമാകുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവന്നപ്പോ പിന്നെ ദൂത് പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കുന്ന. പക്ഷെ അതുവരെ നീ എന്ത് ചെയ്യാ? യജമാനത്തിൽ ചെയ്തത് ഓർത്താൻ നിനക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. പക്ഷെ ദൈവാത്മ പറയുന്നു, ദൂതൻ പറഞ്ഞു, നീ ഇപ്പൊ തിരിച്ചു പോയി അവിടെ കീഴടങ്ങിയിരിക്കെ. നിന്റെ ഓർമ്മയിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ അതാണ് നിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറക്കിയത്. നിന്നിൽ ഒരു സക്സസ് ദൈവം വെച്ചിട്ടുണ്ട്, അത് ടൈമിന് ദൈവം വെളിപ്പെടുത്തും. മനോഹരമായി യേശു ഒരു കാര്യം പറഞ്ഞു, അതിനെ പഴയതൊരു കോടിത്തുണ്ടം ആരും പഴയ വസ്ത്രത്തിൽ, പുതിയ വസ്ത്രം, ന്യൂ ക്ലോത്ത് പഴയതിലോട്ട് ആരും എന്ത് ചെയ്യത്തില്ല? തുന്നിച്ചേർക്കത്തില്ല. തുന്നിച്ചേർത്താൽ ആ വസ്ത്രം എന്ത് ചെയ്യും? പഴയതിൻ്റെ അകത്തോട്ട് പുതിയത് കൊണ്ട് കയറ്റി വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പഴയത് എന്തായാലും കീറും, അവനത് കീറും. ഈ പുതിയത് എന്ത് ചെയ്യും? നഷ്ടപ്പെട്ടു. ഇത് തന്നെയാ ദൈവം തരുന്ന പുതിയത്, പുതിയ കോടിത്തുണ്ടം, ന്യൂ ക്ലോത്ത്. പഴയതിലോട്ട് തുന്നി ചേർക്കരുത്. അതാ പുതുവീഞ്ഞ് പഴയ തുരുത്തി പകരരുത്. പുതിയ തുരുത്തിയിലെ പുതുവീഞ്ഞ് പകരാവും. അതാ ഇസ്രായേൽ കമ്മ്യൂണിറ്റിക്ക് അറിയാം, പാലസ്തീൻ കമ്മ്യൂണിറ്റിക്ക് അറിയാം. കാരണം മൃഗങ്ങളുടെ തോല് വെച്ചുണ്ടാക്കുന്ന തുകലുകൾ കൊണ്ടാണ് ഈ തുരുത്തി നമ്മുടെ കൂടെ ഉണ്ടാക്കുന്നത്. ഈ പുതുവീഞ്ഞിന്റെ വീര്യം കയറുമ്പോൾ അതങ്ങോട്ട് ഒരു പ്രഷർ കയറും. പ്രഷർ കയറുമ്പോൾ പഴയ തുരുത്തിയാണെങ്കിൽ അതെന്ത് ചെയ്യും? പൊട്ടിപ്പോവും, പിടിച്ചു നീക്കാൻ പറ്റത്തില്ല. എന്ന് പറയുന്ന പോലെ പഴയ ഓർമ്മകൾ, പഴയ അനുഭവങ്ങൾ, അത് നിന്നെ തടസ്സം ചെയ്യരുത്. ഞാൻ പിമ്പിലുള്ള മറന്ന് മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നു? ആഞ്ഞും കൊണ്ട് പരമവിളിയുടെ ലാക്കിനായി ഞാൻ ഓടുന്നു. അപ്പൊ ഇത് പറഞ്ഞിട്ട് ഒത്തിരി കാര്യങ്ങൾ കട്ട് ചെയ്യുകയാണ്. ഇത് പറഞ്ഞിട്ട് 4-ാം അധ്യായത്തിലേക്ക് എടുത്ത് 4-ാം അധ്യായം 1 തൊട്ട്. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. കർത്താവിൽ നിലനിൽപ്പിൻ. ഇനി 6-7 വാക്യങ്ങൾ. 4-ന്റെ 6-7 വാക്യങ്ങൾ.
ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും ആ. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ആ. ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് എന്ത് ചെയ്യാണ്? അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. അങ്ങനെ അതുകൊണ്ട് ഒടുവിൽ ലാസ്റ്റ് പറയാണ്, നിങ്ങളുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ 4:6 പറയുന്നു, ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്? വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ട. അങ്ങനെ നിങ്ങൾ അറിയിച്ചാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നിനക്കൊരു നീട് വരുമ്പോ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നൽകുന്ന ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അർപ്പിക്കുക. അപ്പൊ തുടക്കം മുതൽ പറയുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെന്ത് ചെയ്യും? തികയ്ക്കും. ദൈവാത്മാവിന്റെ സഹായത്താൽ പ്രാർത്ഥനയാൽ അത് സംഭവിക്കും. ജീവിതത്തിൽ ലോകത്തിന് ചുറ്റുമുള്ളത് വലുതായി കാണല്ല, അതെല്ലാം ചപ്പും ചവറും നെണ്ണിക്കോ, എങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിമ്പിലുള്ളത് മറക്ക്. ഒത്തിരി കാര്യങ്ങളുണ്ട്, നല്ലതും കാണാം പലതും കാണാം. പക്ഷെ അതിനെ മറന്ന് ലക്ഷ്യം മുന്നിൽ ദൈവം വെച്ചിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന പലരെ കുറിച്ചും അല്ല എല്ലാവരെ കുറിച്ചും ദൈവത്തിനൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. ഒരു തെളിഞ്ഞ പ്രകാശം പോലെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പക്ഷെ പിന്നിലുള്ളതെല്ലാം മറക്കാൻ പറ്റാതെ ഓർമ്മയ്ക്കകത്ത് അനുഭവത്തിന്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നതുകൊണ്ട് വെച്ചിരിക്കുന്നത് അനുഭവിക്കാൻ പറ്റത്തില്ല. പലപ്പോഴും ആ പുതിയ കഷ്ണം തുണി പഴയതിലോട്ട് തുന്നിച്ചേർക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. ഈ ഓരോ ദിവസം മീറ്റിംഗിൽ പ്രാപിക്കുന്നത് പഴയതിലോട്ട് തുന്നിച്ചേർക്കാനല്ല, അത് കളഞ്ഞിട്ട് മുന്നോട്ട് ആയാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ, വിഷയമുണ്ടെങ്കിൽ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെട, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവത്തോട് എന്ത് ചെയ്യാണ്? അപേക്ഷിക്കുക അത്രേ വേണ്ടത്. പ്രശ്നം വരുമ്പോ, ഭയപ്പെടുന്ന അനുഭവങ്ങൾ വരുമ്പോ ദൈവത്തോട് അപേക്ഷിച്ചാൽ എന്റെ ദൈവം അതിന്റെ അകത്ത് എന്തോ ചെയ്യും? ഒരു ജയത്തെ കൊണ്ടുവരുന്ന ദൈവമാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും എങ്ങനെ അതിന്റെ അകത്ത് ജയം തരും. പക്ഷെ ദൈവസന്നിധി സമർപ്പിക്കും. നിന്നെ കൊണ്ട് കറ്റാത്തത് പരിയാത്തത് ഒന്നാം ദൈവസന്നിധി ലഭിക്കുന്നത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ ദിവ്യമേറിയ എന്താണ്? സമാധാനം. നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു കാര്യം ദൈവത്തിന്റെ ദിവ്യമേറിയ സമാധാനം. പ്രാർത്ഥിക്കുന്ന ചിലർ നോക്കി പ്രാർത്ഥിച്ച എന്തോ കിട്ടും. പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം കിട്ടുന്ന സാധനം സമാധാനം. ഭാരം ഇറക്കി വെക്കുമ്പോൾ സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കുള്ളിൽ എന്തോ വരും? ശാന്തത, സമാധാനം, ശാന്തത വരും. ചില സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഇരച്ച് തെള്ളിക്കയറുന്ന അനുഭവം വരും. നമ്മൾ ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിക്കാമ്പോൾ നമ്മൾ ശാന്തരാവും. നമ്മൾ എന്ത് ചെയ്യും? ശാന്തരാവും. അത് പ്രാർത്ഥിച്ച് ശാന്തത, അത് സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം. അത് പ്രാർത്ഥനയാൽ നമുക്ക് ലഭിക്കും. വിചാരപ്പെടാം. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക? സമർപ്പിക്കുക. ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു പെട്ടെന്നൊരു കാര്യം പറയാൻ തോന്നിയാൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ മൊത്തത്തിൽ പറയാം. ആ സമയം അത് പറയരുത്. പിറ്റേ ദിവസം പറയാന്ന് പറഞ്ഞാൽ മതി. പറയാൻ ചിന്തിച്ചാൽ മതി. നിങ്ങൾ പറയേണ്ടി വരത്തില്ല. അല്ലെ, ഒരു കാര്യത്തോട് പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നമുക്ക് നാളെ പ്രതികരിക്കാൻ നിങ്ങൾ തീരുമാനം എടുത്താൽ നാളെ പ്രതികരിക്കേണ്ടി വരത്തില്ല. പക്ഷെ നമ്മുടെ വിഷയം നമ്മൾ അപ്പം പ്രതികരിക്കും. അവിടാണ് വേറെ വലിയ വിഷയത്തിലേക്ക് വരും. ഒന്ന് ശാന്തമാകുമ്പോൾ കാര്യങ്ങൾ തിരിഞ്ഞു, നമ്മുടെ മൈൻഡ് തന്നെ ചിലപ്പോൾ മാറും. അതാണ് നമുക്ക് പലപ്പോഴും ചില സമയത്ത് കുഴപ്പങ്ങൾ പറ്റിപ്പോകും. അപ്പൊ സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യല്? ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന്റെ ഇന്നത്തേലോട്ടൊരു ദൂതിലേക്ക് വരാൻ പോവുകയാണ്. വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോൾ 2 ദിനവൃത്താന്തം എടുത്തേ. 20 അധ്യായം 1 വാക്യം ഒന്ന് വായിച്ചേ.
ഇനിയുള്ള 10 മിനിറ്റ് പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ ഇന്ന് പകൽ ഈ വരുന്ന മണിക്കൂറിലേക്ക് ആഴ്ചയിലേക്ക് ദൈവാത്മാവ് ഒരു ദൂതിലേക്ക് കൈമാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 20-1 വാക്യം ശ്രദ്ധിച്ചേ. അതിന്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയൂരിൽ ചിലരും യഹോശാഫാത്തിന്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന യഹോശാഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്നും അരാമിൽ നിന്നും നിന്റെ നേരെ വരുന്നു. ശ്രദ്ധിച്ചേ, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് നിന്റെ നേരെ എന്ത് ചെയ്യുന്നു? വരുന്നു. വലിയൊരു ജനസമൂഹം, മോവാബ്യരും അമ്മോന്യരും നിനക്കെതിരെ യുദ്ധത്തിന് വരുന്നു. 3-4 വാക്യം വായിച്ചു. 3-4. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട് യഹൂദയിലേക്ക് ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം എന്ത് ചെയ്തു? അപ്പം ഈ പ്രതിസന്ധി വന്നപ്പോൾ യഹോശാഫാത്ത് ഭയപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കുക. ഒരു വലിയ പ്രതിസന്ധി വന്നു. എന്ത് ചെയ്തു? ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. യഹൂദിലൊക്കെ ഒരു ഉപവാസം. ഇനി 4 വാക്യ വളരെ മനോഹരമായ ഒരു വാക്യം. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി. സകല യഹൂദ നഗരങ്ങളിൽ നിന്നും അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. ഒരു കാര്യം, വലിയ യുദ്ധം നേരിട്ടപ്പോ അവർ യഹോവയോട് സഹായം അന്വേഷിപ്പാൻ യഹൂദിയിൽ ഒന്നിച്ചുകൂടി. നിന്റെ ജീവിതത്തിന്റെ അകത്ത് പ്രതീക്ഷിക്കാത്ത പോരാട്ടം കയറി വരുമ്പോ ദൂത് പിടിച്ചോ, നീ ദൈവത്തെ അന്വേഷിക്കാൻ തയ്യാറായിക്കോ. ഒരു സഹായത്തിനായി അവന്റെ പാദപീഠത്തിലേക്ക് വന്നു. ഈ ഒരു പുതിയൊരു മാസത്തിലേക്ക് ദൈവാത്മാവ് സംസാരിച്ചു തുടങ്ങിയാണ്. ഈ ജീവിതത്തിന്റെ അകത്ത് ഏത് അനുഭവമായിക്കോട്ടെ, ആരെന്നെ സഹായിക്കും, എനിക്ക് പരിചയമായി തീരും, ആരെന്നെ ശക്തീകരിക്കും, ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് പറയുന്നു. യഹോശാഫാത്ത് ദൈവത്തെ അന്വേഷിക്കാൻ തീരുമാനിച്ചു. സഹായം ചോദിപ്പാൻ ദൈവസന്നിധിയിൽ ഒന്നിച്ചു വന്നു. എന്നിട്ട് 12 വാക്ക, വളരെ 12 വചനം ഒന്ന് ശ്രദ്ധിച്ചേ. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ ജനസമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല, പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുന്നു, ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിയുന്നു. ഈ ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സകല ദൈവജനത്തിനോട് ദൂത് പറയുന്നു, എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാതിരിക്കുമ്പോ നിന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക്, സഹായം വരുന്ന ഉന്നതങ്ങളിലേക്ക് നീ നോക്കാൻ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ ഒരു ദൈവം പ്രവൃത്തി കാണാൻ പോകുകയാണ്. ചിലരോട് ദൈവാത്മാവ് ദൂത് പറയുന്നു, നിന്നെ ഭയപ്പെടുത്തിയ, നിന്റെ കയ്പ് കണ്ട ചില വിഷയത്തിന് ദൈവ സഹായത്തിനായി ദൈവമുഖം അന്വേഷിപ്പാൻ നിന്റെ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്താൻ തയ്യാറായാൽ നിന്നോട് ഇടപെടുന്ന, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഇവരങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അവരോട് ഇടപെട്ടു. യുദ്ധം നിങ്ങളുടേതല്ല, യുദ്ധം എന്റേതത്രേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ. അവൻ വാളും കുന്തവുമായിട്ടൊക്കെ വന്നോട്ടെ, കുതിരപ്പടയായിട്ട് വന്നോട്ടെ. യഹോശാഫാത്തെ, എന്റെ മുഖം അന്വേഷിക്കുന്ന എന്റെ ജനത്തിനു വേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. 7-ാം മാസത്തിൽ വന്നിരിക്കുന്ന ചില കുടുംബങ്ങളോട് ദൂത് പറയുന്നു, നിന്റെ കണ്ണുകൾ ഉയർത്തിയ ചില വിഷയത്തിന് എന്റെ ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും. നിന്റെ തലമുറയ്ക്കായി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും. നിന്റെ കുടുംബത്തിനായി ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും. അതിനായി ദൈവം എഴുന്നേൽക്കാൻ പോകുക. യോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ എന്റെ ദൈവം എഴുന്നേൽക്കുന്നു. ഉണർന്നെഴുന്നേൽക്കുമ്പോ ശത്രുക്കൾ ചിതറും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 7-ാം മാസത്തെ തൊട്ട് ദൂത് പറയുകയാണ്, ദൈവം ചിലതിനായി ഉണർന്നെഴുന്നേറ്റ് വരാൻ പോകുകയാണ്. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനപ്പെടുത്താൻ, നീ ആയിരിക്കുന്ന കുഴിയിൽ നിന്ന് നിന്നെ കയറ്റാൻ ദൈവം നിനക്ക് അനുകൂലമായി തിരിയാൻ പോകുകയാണ്. നിനക്ക് ശക്തിയില്ലാത്ത മണ്ഡലത്തിൽ നിന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു സഹായം വരും. ഒരു സഹായം വരും. നിന്നെ സഹായിക്കാൻ ദൈവം ഇറങ്ങി വരും. നിന്നെ സഹായിക്കാൻ ദൈവം അനുകൂലമായി തിരിയും. നിന്നെ സഹായിക്കാൻ ദൈവം ഉണർന്നെഴുന്നേറ്റ് വരും.
സംഭവിക്കുന്ന പോലെ ദൈവാത്മാവ് പറഞ്ഞ പോലെ സംഭവിച്ചു. അവര് സ്തുതിച്ചു പാടി യഹോശഫാത്ത് കൂട്ടരും യുദ്ധത്തിന് പോയി. ദൈവം ഇറങ്ങി. അവര് തമ്മിൽ, ശത്രുക്കൾ തമ്മിൽ അടി ഉണ്ടാക്കി പിരിഞ്ഞ് അവര് തോറ്റുപോയി. ദൈവജനം ജയിപ്പാൻ ഇടവന്നു. ഇന്ന് പകൽ നിനക്ക് യുദ്ധം ചെയ്യാൻ ഒന്നും കയ്യിലില്ലേലോ, നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഒന്നും നിനക്കില്ലേലോ, നിനക്കായി ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവാത്മാവ് പറയുന്നു, ചിലർക്ക് വേണ്ടി ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക. ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക. ദൈവം ഇറങ്ങി പ്രവർത്തിക്കാൻ പോകുക. പ്രാർത്ഥിക്കാൻ നീ ഒരു ദിവസം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനായി നിൽക്കാൻ നീ ഒരു ദിവസം കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നിനക്കൊരു ദൂത് പറയും. ഈ ദൂത് എല്ലാവരും ശ്രദ്ധിച്ചോണം. 2 ദിനവൃത്താന്തം 20-ന്റെ 26, 27. 2 ദിനവൃത്താന്തം 20-ന്റെ 26, 27 വായിച്ചോ. നാലാം ദിവസം അവർ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബേരാഖ താഴ്വര എന്ന് പേർ പറഞ്ഞു വരുന്നു. 27 യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയസന്തോഷം നൽകിയതുകൊണ്ട് യഹൂദ്യരും യെരൂശലേമ്യരും എല്ലാം മുമ്പിൽ യഹോശാപത്തുമായി സന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ഈ അധ്യായം തുടങ്ങുമ്പോൾ ഭയപ്പെട്ടിരുന്നവർ സന്തോഷത്തോടെ മടങ്ങുന്നു. കണ്ണുനീരിന്റെ താഴ്വരയാകേണ്ടത് ബറാഖ, വാലി ഓഫ് ബ്ലെസ്സിംഗ്, ജയത്തിന്റെ അനുഗ്രഹത്തിന്റെ താഴ്വര വെളിപ്പെട്ടു. ഇന്ന് പകൽ ചിലവരോട് പറയാ, 7-ാം മാസം മുതൽ ഞാൻ ഒരു പേരിടുക, ഒരു ബറാഖ താഴ്വരയുടെ അനുഭവങ്ങൾ. നാലാം ദിവസം മോനെ, ഹല്ലേലൂയ. അതിന്റെ തൊട്ട് ബാക്കിലത്തെ വാക്ക് വായിച്ചേ, കാണിച്ചേ. 26. 4-ാം ദിവസം അവർ ആ താഴ്വരയിൽ നാറ്റം വെച്ച് കല്ലറയിൽ കിടക്കാൻ 4 നാളായാലും 4-ാം ദിവസം വിജയം തരുന്ന ദൈവം. നീ പ്രാർത്ഥിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ, ദൈവമുഖം അന്വേഷിക്കാൻ ഒരു സമയമുണ്ടെങ്കിൽ, നിന്റെ കണ്ണുകൾ ദൈവസന്നിധിയിൽ ഉയർത്താൻ സമയമുണ്ടെങ്കിൽ, ഒരു 4-ാം നാൾ നിന്നെ അനുഗ്രഹത്തിന്റെ താഴ്വരയിൽ കൊണ്ടെത്തിക്കുന്ന, യുദ്ധത്തിന്റെ താഴ്വരയിൽ നിന്നും ജയത്തിന്റെ അനുഗ്രഹത്തിന്റെ താഴ്വരയിൽ കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ദൂത് പറയുന്നു. ആരുടെയൊക്കെ ജീവിതത്തിന് അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല. നിന്റെ കണ്ണുനീരിന്റെ താഴ്വര നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. പക്ഷെ ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ഈ ദൂതിനെ സ്വീകരിച്ചോ. ഈ ദിവസങ്ങളിൽ ചില കുടുംബങ്ങളിനകത്ത് ദൈവം ഇറങ്ങി യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ദൈവം ഇറങ്ങി ചില വിഷയത്തിന്റെ അകത്ത് ഒത്തിരി കുടുംബങ്ങളിൽ ചില ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. ഞാൻ സഭയ്ക്കും ഇത് പ്രഖ്യാപിക്കുകയാണ്. ഇത് ഏറ്റെടുത്തൊന്ന് ആരാധിച്ചു അല്പം മിനിറ്റുകൾ. നീ കണ്ണുനീര് കണ്ട താഴ്വരകൾ, താഴ്വരകളെ പരാഖയാക്കി മാറ്റാൻ കർത്താവ് ചിലരുടെ യുദ്ധം ചെയ്യാൻ പോവുക. കർത്താവ് ഉണർന്നെഴുന്നേൽക്കാൻ പോവുക. കർത്താവ് എഴുന്നേറ്റാൽ നിനക്ക് ജയത്തിന്റെ താഴ്വരകൾ വെളിപ്പെടാൻ പോവുക. നീ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തിക്കോ. ദൈവം അത് ചെയ്യും. ഒരു വാക്കോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. സത്യം ഇന്നത്തെ മെസ്സേജിലേക്ക് കയറിയില്ല, പക്ഷെ ആ മെസ്സേജ് 4:13-12 തൊട്ടൊന്ന് വായിച്ച്. അതെ, സോറി, ഫിലിപ്പിയനാണ്. ഫിലിപ്പിയർക്ക് ലേഖനം 4-ാം അധ്യായം 12-13. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ശ്രദ്ധിച്ചേ, ഇതെല്ലാം പറഞ്ഞ് നിന്റെ ആവശ്യം ദൈവത്തോട് ഏൽപ്പിക്കുക. ജയം നിനക്ക് തരും, സമാധാനം തരും. ഇതെല്ലാം പറഞ്ഞിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അവസാനത്തിലേക്ക് വരുമ്പോ ഒടുവിൽ, സഹോദരന്മാരെ, താഴ്ചയിൽ ഇരിക്കാനും എനിക്ക് അറിയാം, സമൃദ്ധി അബണ്ടൻസിൽ ഇരിക്കാനും എനിക്ക് അറിയാം,
തൃപ്തനായിരിക്കാനും എനിക്ക്, എന്നാൽ വിശന്നിരിക്കാനും ഇതെല്ലാം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ശീലിച്ചു. കാരണം ഏതവസ്ഥയിലും ആയിരിക്കാൻ എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവത്താ. ഇന്ന് നന്മ വന്നോ? കുഴപ്പമില്ല. ഇച്ചിരി കുറവ് വന്നോ? എനിക്ക് കുഴപ്പമില്ല. ഏതവസ്ഥയിലായിരിക്കാനും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അതിനെന്നെ ശക്തനാക്കുന്നത് എന്റെ ശക്തിയല്ല, എന്റെ ദൈവത്തിന്റെ ശക്തിയാണ്. ദൈവം തരുന്ന ശക്തിയാൽ ഏതവസ്ഥയിലും ജയത്തോടെ നിൽക്കാൻ ദൈവം വിശ്വസ്തനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏതവസ്ഥ ആയിക്കോട്ടെ, നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും. സമൃദ്ധി വന്നോ? സന്തോഷം. ഇന്ന് ഇച്ചിരി കുറവ് വന്നോ? ഒരു കുഴപ്പമില്ല. ഇതൊന്നും ബാധിക്കുന്നില്ല, എന്റെ സന്തോഷത്തെ ബാധിക്കുന്നില്ല. കാരണം ഞാൻ ശക്തിയിൽ നിൽക്കുകയാണ്. എന്റെ സോഴ്സ് എന്റെ ദൈവമാണ്. കർത്താവിനെ അനുഭവിച്ച് ഞാൻ നിൽക്കുകയാണ്. ഈ ദാനം മാത്രം അനുഭവിച്ച് നിൽക്കുമ്പോൾ കുറവ് വരുമ്പോ വിഷയമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ദാനം മാത്രം, ദൈവത്തിൽ നിന്ന് കിട്ടുന്ന നന്മകളെ മാത്രം ഫോക്കസ് ചെയ്ത് ജീവിക്കുമ്പോൾ ഒരു ദിവസം ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തോ ഉണ്ടാവും? നമ്മുടെ മോൻ പാടും, അല്ലെങ്കിൽ നമ്മൾ വല്ലാതാവും. പക്ഷേ ദൈവം തരും ദാനം. പൗലോസ് പറയാ, ദാനം വന്നോ? ഓക്കെ, എനിക്ക് ബുദ്ധിമുട്ട് വന്നു, ഫിലിപ്പിയൻസ് അയച്ചു തന്നു. ഇനി അഥവാ ഇന്നില്ല, നിങ്ങൾ ഇന്ന് അയച്ചു തന്നില്ലല്ലോ, കുറവിലിരിക്കാനും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? അവിടെയും ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനെ അനുഭവിച്ചാ ജീവിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ ഏത് അനുഭവത്തിലും എന്ത് ചെയ്യും? ഞാൻ ഓക്കെയാണ്. ഉറക്കെ പറ, ദൈവം നമ്മെ ശക്തീകരിക്കും. നമ്മെ ശക്തീകരിക്കുന്ന ദൈവം ഏതനുഭവത്തിൽ. നമ്മളെ കുറിച്ചൊരു വിളിയുണ്ടോ? അത് ദൈവം ശക്തീകരിക്കും. ജെരമ്യാവിനെ ദൈവം വിളിച്ചു, നിന്നെ പ്രവാചകനായെന്ന് പറഞ്ഞു. അവൻ പറയാം, എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, ഞാൻ ബാലനാ. ദൈവം കരം നീട്ടി നാവെ തൊട്ട് വചനം നിറച്ചു കൊടുത്തു. ഇനി നീ സംസാരിക്കാൻ പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റത്തില്ല കർത്താവേ. ദൈവം തൊട്ടു. ആ ദൈവം നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതി കൊണ്ട് പറ്റത്തില്ലെന്ന് പറയല്ല. ദൈവം തൊട്ടാ ദൈവം ശക്തീകരിക്കും. ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന്റെ തുടൽ ഏൽപ്പിച്ചു കൊടുത്താൽ. എനിക്കറിയാം ഈ ദിവസങ്ങളിൽ ദൈവം ഇതിന്റെ അകത്ത് നിന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ആത്മാവിനെ വെച്ചാൽ ആത്മാവിന്റെ പദ്ധതിക്കായി ശുശ്രൂഷയുടെ മണ്ഡലം, ചിലപ്പോൾ ജോലി നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊക്കെ തന്നെ ചേർന്നായിരിക്കാം, ആ ശുശ്രൂഷയിലും കൂടെ പിടിച്ചു കയറ്റുന്ന രീതിയിൽ ചിലരെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയരുത്. ദൈവം നിന്നെ ശക്തീകരിക്കാൻ നിന്റെ നാവിനെ തൊടും. ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവം തൊടുന്നുണ്ട്. നിന്നെ കുറിച്ചൊരു ദൈവത്തിന്റെ വലിയ പദ്ധതിയുണ്ട്. മോശയും പറഞ്ഞു, എന്നെ കൊണ്ട് പറഞ്ഞ ഞാൻ വിൽക്കനാ. ചോദിച്ചാ, സകലത്തെ സൃഷ്ടിച്ച ഞാനല്ലേ, ഞാൻ നിന്നോടിരുന്നാൽ നിനക്ക് ധൈര്യത്തിൽ സംസാരിക്കാൻ പറ്റും. ശക്തീകരിച്ചു. ഗിദെയോൻ പറഞ്ഞു, എന്റെ കുടുംബം വല്ലാത്ത പ്രതിസന്ധി, എനിക്ക് പ്രാർത്ഥിച്ച് ജയിക്കാൻ പറ്റില്ല. ഈ ബലത്തോടെ പോമാനെ, നീ ശത്രുവിനെ 1, 2, 3 എന്ന് പറഞ്ഞ് നീ ജയിക്കും. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകും. പിന്നീട് ഒരിക്കൽ ഞാൻ ആ മെസ്സേജിലേക്ക് കിടക്കാം. ഇന്നെല്ലാവരും മനസ്സിലാക്കുക, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ പുതിയ മാസത്തിൽ ദൈവം ചില പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. ശക്തീകരിക്കുന്ന ദൈവം, പറ്റാത്ത കാര്യത്തിനെ ശക്തീകരിക്കുന്നത് ദൈവം. ഹൃദയം തുറന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവം എന്നെ ഒന്ന് ശക്തി, പിമ്പിലുള്ളതെല്ലാം മറന്ന് മുന്നിലോട്ടായാൽ ദൈവം എന്നെ ശക്തീകരിക്കുന്നത്. നിങ്ങൾക്ക് ഈ നിമിഷം